എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തു രക്ഷിക്കണേ. എന്റെ അച്ഛന്റെ അസുഖം എത്രയും പെട്ടെന്ന് മാറി തിരിച്ചു വരണേ പ്ലീസ് കണ്ണ. എടി മിനി, നിന്റെ മുടിഞ്ഞ പ്രാർത്ഥന ഇനിയും കഴിഞ്ഞില്ലേ? എന്താ? എടി രാവിലെ തന്നെ മാർക്കറ്റിൽ പോയി ആട്ടിറച്ചി വാങ്ങാൻ പറഞ്ഞാലേ ഞാൻ. എന്നിട്ടോ? ദേ, നിങ്ങൾ പറയുന്ന ജോലിയൊക്കെ ചെയ്യാൻ ഞാൻ നിങ്ങളുടെ സർവന്റ് ആണോ? ഞാൻ ആദ്യം ഹോസ്പിറ്റലിൽ പോയി അച്ഛനെ ഒന്ന് കാണട്ടെ. തിരിച്ചു വരുന്ന വഴി സാധനങ്ങളെല്ലാം വാങ്ങിക്കാം, പോരെ? ഈ വീട്ടിലെ വാടകയ്ക്ക് താമസിക്കുന്ന ഞങ്ങൾക്ക് നിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ താല്പര്യമില്ല. എങ്കിലും അറിയാൻ വേണ്ടി ചോദിക്കുക, നീ എല്ലാ തിങ്കളാഴ്ചയും ഭ്രാന്തനായ നിന്റെ അച്ഛനെ കാണാൻ എന്തിനാ പോകുന്നത്? അതെ അതെ, ഇതൊരുമാതിരി വഴിപാട് കഴിക്കുന്നത് പോലെ. പ്ലീസ് ദയവേത് എന്റെ അച്ഛനെ ഭ്രാന്തൻ എന്ന് വിളിക്കരുത്. അച്ഛൻ അസുഖം മാറി ഉടനെ വരും. മിനിമോളെ, നിന്റെ അച്ഛൻ ആദിത്യവർമ്മയുടെ ഭ്രാന്ത് അത്ര എളുപ്പം മാറുന്നതൊന്നുമല്ല. എന്റെ അച്ഛൻ എന്ന് പറയുന്നത് വെല്ലിച്ചന്റെ സഹോദരൻ തന്നെയല്ലേ? എന്റെ ഒരു പകുതി സഹോദരൻ എന്ന് കരുതി ഒരു ഭ്രാന്തനെ ഭ്രാന്തൻ എന്നല്ലേ വിളിക്കുവാൻ പറ്റൂ? ദേ, ഇന്നലെ നീ അലക്കിയ എന്റെ തുണികളൊന്നും വൃത്തിയായിട്ടില്ല. ചെയ്യുന്ന ജോലിയെങ്കിലും വൃത്തിയായി ചെയ്യാൻ പഠിക്കടോ. വേണ്ട, ഇനി എന്നെ ഒരു ജോലി ഏൽപ്പിക്കണ്ട, എല്ലാം സ്വയം അങ്ങ് ചെയ്തോ. എന്റെ മിനിമോളെ, നീ ചൂടാവല്ലേ. നമുക്കൊരു സഹകരണ മനോഭാവത്തോടെ മുന്നോട്ട് പോകാം. പണം എത്ര വേണമെങ്കിലും നിനക്ക് ഞാൻ തരാം. എനിക്ക് തന്റെ ഒരു 5 പൈസ പോലും വേണ്ട. എല്ലാ വാടകക്കാരും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളണം. കുറെ വാടകക്കാര് വന്നിരിക്കുന്നു. അയ്യോ, നമ്മളെങ്ങ് വിട്ടേക്കേ, ഞാൻ ഓർത്തില്ല. മിനിമോളെ, നീ നല്ലൊരു മോളാ. ഇവരെല്ലാം നിന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. പ്രശ്നാക്കണ്ട, നിന്നെ സ്നേഹിക്കാൻ ഞാനുണ്ട്. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. അഡ്ജസ്റ്റ് ചെയ്യാനും സഹകരിക്കാനും നീ നിന്റെ അമ്മയെ പോയി വിളിക്കടാ. നീ നോക്കിക്കോ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വിളിച്ചോടുത്ത് നീ വന്നിരിക്കും. എന്റെ അച്ഛൻ അസുഖം മാറി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ആത്മഹത്യ ചെയ്യാതെ ജീവിക്കുന്നത്. എന്നാൽ അതിനു മുമ്പായി ഞാൻ ആത്മഹത്യ ചെയ്യുന്നുവെങ്കിൽ നിന്നെ കൊന്നിട്ട് ഞാനത് ചെയ്യൂ. വെല്ലിച്ച, വെല്ലിച്ച, എന്താടി? ഈ 2 വാടകക്കാരെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒഴിവാക്കണം. രണ്ടിന്റെ സ്വഭാവം അത്ര ശരിയല്ല. ഒഴിപ്പിക്കാനൊന്നും പറ്റില്ല. ഓരോരുത്തരെ 5000 രൂപ വെച്ച് വാടക തരുന്നുണ്ട്. മാത്രവുമല്ല, അടുത്ത ആഴ്ച മുതൽ ലോ കോളേജിലെ 3 പയ്യന്മാർ കൂടി വരുന്നുണ്ട്. നീ എല്ലാവരുമായി പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്ക്. വാടക കൊടുക്കണമെന്ന് അത്രയ്ക്ക് നിർബന്ധമുണ്ടെങ്കിൽ വല്ല ഫാമിലിക്കും കൊടുത്തൂടെ? ഫാമിലിക്ക് കൊടുത്താലേ അവർ ഇത്രയും വാടക തരില്ല. പയ്യന്മാരാകുമ്പോ പണമൊന്നും അവർക്കൊരു പ്രശ്നമല്ല. നോ, ഇതെന്റെ അച്ഛന്റെ പേരിലുള്ള വീടാ. ഈ വീട് ആർക്കും വാടക കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതെ, കുറെ വർഷങ്ങളായി ഇത് നോക്കി നടത്തുന്നത് ഞാനാ. എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാനിത് വാടകയ്ക്ക് കൊടുക്കും. വേണ്ടി വന്നാൽ നിന്റെ മറ്റേ വീട് വിറ്റതുപോലെ ഈ വീട് ഞാൻ വിൽക്കും. നീ ആരാ ചോദിക്കുവാൻ? ഓ, ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ. പതിവ് പോലെ അച്ഛനെ കാണാൻ മിനിമോൾ എത്തി. ഡോക്ടർ, അച്ഛനിപ്പ എങ്ങനെയുണ്ട്? ഡിസ്ചാർജ് ചെയ്യാറായോ? നോക്കു മിനിമോളെ, രോഗം ഭേദമായാൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ആദിത്യവർമ്മയെ ഡിസ്ചാർജ് ചെയ്തിരിക്കും. ഒരുവിധം സുഖമായാൽ ബാക്കി ഞാൻ അച്ഛനെ വീട്ടിൽ കൊണ്ടുപോയി നോക്കിക്കോളാം. അങ്ങനെ ചിന്തിക്കാനേ, ഇത് പനിയും ജലദോഷവും ഒന്നുമല്ല, ഭ്രാന്ത്. അത് പൂർണ്ണമായി മാറാതെ ഒരാളെയും ഡിസ്ചാർജ് ചെയ്യാനാകില്ല. അച്ഛൻ എന്നെ മകളായി തിരിച്ചറിയുന്ന നിമിഷം തന്നെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ തന്നെ വാക്ക് തന്നിട്ടുണ്ട്. അത് ഈ അടുത്ത കാലത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഏതായാലും മിനിമോള് അച്ഛനെ കണ്ടുപോയിക്കോട്ടെ അല്ലേ? എല്ലാ തിങ്കളാഴ്ചയും ഈ നാടകം നടക്കുന്നുണ്ടല്ലോ. ഈ മാസത്തേതടക്കം 2,40,000 രൂപ ഹോസ്പിറ്റലിലേക്ക് അടയ്ക്കാനുണ്ട്. ഇതൊക്കെ എപ്പോഴാ അടയ്ക്കുക? ഉടനെ അടയ്ക്കാം ഡോക്ടർ. ദേ, അച്ഛൻ. അച്ഛാ, ഇത് ഞാനാ, മിനിമോളാ. അച്ഛാ, അച്ഛൻ എന്നെ മനസ്സിലായില്ല അച്ഛാ. അച്ഛാ, മിനിമോളോ? കുട്ടി ഏതാ? അപ്പൊ എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞല്ലോ, എല്ലാവർക്കും സമാധാനമായല്ലോ. നോക്കി നിൽക്കാതെ ഈ ഭ്രാന്തനെ പിടിച്ച് സെല്ലിൽ അടയ്ക്കണോ?
കൊടുങ്കാറ്റിൽ കൊളുത്തിവെച്ച ദീപമല്ലേ ജീവിതം, തമസിൽ അലിഞ്ഞു ചേർന്ന നിഴലല്ലേ ജീവിതം. അതിൽ ജനനമൊന്ന് മരണമൊന്ന് ജീവിതമൊന്ന്, അതിൽ സ്വപ്നമൊന്ന് സ്നേഹമൊന്ന് സംഗീതമൊന്ന്. കൊടുങ്കാറ്റിൽ കൊളുത്തിവെച്ച ദീപമല്ലേ ജീവിതം, തമസിൽ അലിഞ്ഞു ചേർന്ന നിഴലല്ലേ ജീവിതം. അതിൽ ജനനമൊന്ന് മരണമൊന്ന് ജീവിതമൊന്ന്, അതിൽ സ്വപ്നമൊന്ന് സ്നേഹമൊന്ന് സംഗീതമൊന്ന്. കരയാനായി വിധിച്ചൊരു മനസ്സേ, കരിയില പോലെ വാടിയൊരു മനസ്സേ, അഗ്നിജാലയിൽ ചാരമായ മനസ്സേ, നീ നീറി നീറി പുകഞ്ഞത് എന്തിനെന്ന് പറയൂ, നീ മാഞ്ഞു മാഞ്ഞു പോയത് എന്തിനെന്ന് പറയൂ. കൊടുങ്കാറ്റിൽ കൊളുത്തിവെച്ച ദീപമല്ലേ ജീവിതം, തമസിൽ അലിഞ്ഞു ചേർന്ന നിഴലല്ലേ ജീവിതം. വസന്തകാലം അനുവാദമില്ല മാഞ്ഞു പോയി, ചെമ്പകപ്പൂ കാരണമില്ല കൊഴിഞ്ഞു പോയി, അഗ്നിനാളം കാറ്റില്ലാതണഞ്ഞു പോയി, നീ നീറി നീറി പുകഞ്ഞത് എന്തിനെന്ന് പറയൂ, നീ മാഞ്ഞു മാഞ്ഞു പോയത് എന്തിനെന്ന് പറയൂ. കൊടുങ്കാറ്റിൽ കൊളുത്തിവെച്ച ദീപമല്ലേ ജീവിതം, തമസിൽ അലിഞ്ഞു ചേർന്ന നിഴലല്ലേ ജീവിതം. അതിൽ ജനനമൊന്ന് മരണമൊന്ന് ജീവിതമൊന്ന്, അതിൽ സ്വപ്നമൊന്ന് സ്നേഹമൊന്ന് സംഗീതമൊന്ന്. കൊടുങ്കാറ്റിൽ കൊളുത്തിവെച്ച ദീപമല്ലേ ജീവിതം, തമസിൽ അലിഞ്ഞു ചേർന്ന നിഴലല്ലേ ജീവിതം. ഞാൻ ആദിത്യവർമ്മ. ചെറുപ്പം മുതലേ ദുഃഖം മാത്രമാണ് ദൈവം എനിക്ക് തന്നത്. നല്ല സാമ്പത്തിക ശേഷിയുള്ളൊരു വീട്ടിലായിരുന്നു എൻ്റെ ജനനം. എൻ്റെ അമ്മ അച്ഛൻ്റെ 2ാം ഭാര്യയായിരുന്നു. അച്ഛൻ്റെ മരിച്ചുപോയ ആദ്യ ഭാര്യയിൽ ഒരു മകനുണ്ടായിരുന്നു. എൻ്റെ അമ്മ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അച്ഛനൊരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. ഞാൻ മറക്കണം എന്നാഗ്രഹിക്കുന്ന ആ ദിവസം, അന്നെനിക്ക് 3 വയസ്സായിരുന്നു. അമ്മേ, ഇതേ ചേട്ടൻ. ആദിത്യ, അച്ഛൻ വന്നോ? ഇല്ല. ആ മോനെ, അച്ഛൻ വരാനാവുന്നതേ ഉള്ളൂ. അച്ഛൻ ഇന്ന് കുറച്ച് പണം തരാമെന്ന് പറഞ്ഞിരുന്നു. ഫീസ് അടയ്ക്കാനാണോ മോനെ? ഇതിപ്പോ എല്ലാ കാര്യങ്ങളും നിങ്ങളെ ബോധിപ്പിക്കണോ? അച്ഛൻ വന്നാ ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞേക്ക്. അമ്മേ, ഈ ചേട്ടൻ എന്താ നമ്മളെ കൂടെ താമസിക്കാത്ത? അതെ, ചേട്ടന് അമ്മയും മോനെ ഒന്നും ഇഷ്ടല്ല. അതാ. അതെന്താ അമ്മേ അങ്ങനെ? അതെ മോനെ, ഈ ചേട്ടൻ അമ്മയുടെ മകനല്ല, അച്ഛന്റെ മരിച്ചുപോയ ആദ്യ ഭാര്യയുടെ മകനാ. അവനിപ്പോൾ അവന്റെ അമ്മയുടെ അച്ഛന്റെ കൂടെയാ താമസം.